Good morning. So our third lesson over, class test also over. Hope you did well. So let us learn lesson 4. Okay. Lesson 4. Spot our hero. സ്പോട്ട് എന്ന് പറയുന്ന ഒരു ഡോഗിൻ്റെ കഥയാണ്. സ്പോട്ട് അവർ ഹീറോ. എന്താണ് ഹീറോ എന്ന് വെച്ചാൽ നമ്മളൊരു ഹീറോ ആയിട്ട് ഒരാളെ കാണുന്നു അല്ലേ, നമ്മൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നമ്മുടെ ലൈഫിലൊരു ഹീറോ, വളരെ നമ്മൾ പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥാനം കൊടുക്കുന്നു, അതാണ് ഹീറോ. നോക്കാം, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് പേജ് നമ്പർ 34 ശ്രദ്ധിച്ച് കേൾക്കുക. സെൻറ്റൻസ് നോക്കുക. നട്ടൂസ് ലിറ്റിൽ പപ്പ് സ്പോട്ട് സാറ്റ് ഔട്ട്സൈഡ് ദ ഹൗസ് എവറി ഈവനിങ്. നട്ടൂസ് അപ്പോസ്ട്രോഫി എസ് എന്താണ്? നട്ടുവിൻ്റെ ലിറ്റിൽ പപ്പ്, ഒരു ചെറിയ പപ്പി, പട്ടിക്കുഞ്ഞ്, അതിൻ്റെ പേരാണ് സ്പോട്ട്. സാറ്റ് ഔട്ട്സൈഡ് ദ ഹൗസ് എവറി ഈവനിങ്, എല്ലാ ദിവസവും വീടിൻ്റെ പുറത്ത് ഇരിക്കുമായിരുന്നു. സ്പോട്ട് ലവ്ഡ് വാച്ചിങ് നട്ടു ആൻഡ് ചിൻഡു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. ഈ സ്പോട്ട്, ഈ പട്ടിക്കുഞ്ഞ് എന്തിനാണ് വീടിന് പുറത്ത് വെയിറ്റ് ചെയ്തത്? ഫോർ വാച്ചിങ് നട്ടു ആൻഡ് ചിൻഡു പ്ലേ വിത്ത് അതർ ചിൽഡ്രൻ. നട്ടു എന്നും ചിൻഡു എന്നും പേരുള്ള ഈ കുട്ടികൾ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കുന്നത് കാണാനാണ് ഈ സ്പോട്ട് എന്ന് പറയുന്ന പപ്പി കാത്തിരുന്നത് വീടിന് പുറത്ത്. ഈ സ്പോട്ട് നട്ടുവിൻ്റെയാണ്, നട്ടുവിൻ്റെ വീട്ടിലെ പട്ടിക്കുഞ്ഞാണ്. ഹീ വാണ്ടഡ് ടു പ്ലേ ടു, അവനും അവരുടെ കൂടെ കളിക്കണമെന്ന് ആഗ്രഹിച്ചു. ബട്ട് ഹി വാസ് വെരി ഷൈ, പക്ഷെ അവന് ഭയങ്കര നാണമായിരുന്നു. എവറി ടൈം ദേ സ്കോർഡ് എ ഗോൾ സ്പോട്ട് വാഗ്ഡ് ഹിസ് ടെയിൽ ഹാപ്പിലി ആൻഡ് ബാർക്ക് ലൗഡ്ലി. ഓരോ സമയത്തും അവർ ഗോൾ അടിക്കുമ്പം സ്പോട്ട് എന്ത് ചെയ്യും? വാഗ്ഡ് ഹിസ് ടെയിൽ ഹാപ്പിലി, സന്തോഷത്തോടെ വാലിങ്ങനെ ഇളക്കും. ആൻഡ് ബാർക്ക്ഡ് ലൗഡ്ലി, ഒച്ചത്തിൽ കുരയ്ക്കും. ഓക്കെ, സോ ഇതാണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ്? നട്ടു ആൻഡ് ചിൻഡു, രണ്ട് കുട്ടികളും പിന്നെ മറ്റുള്ള കുട്ടികളും ചേർന്ന് കളിക്കുന്ന സമയത്ത് നട്ടുവിൻ്റെ ഡോഗാണ്, പപ്പിയാണ് സ്പോട്ട്, അതിങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കിയിരിക്കും. വൺ ഡേ ചിൻഡൂസ് പാരൻസ് വേർ നോട്ട് അറ്റ് ഹോം. ഒരു ദിവസം ചിൻഡുവിൻ്റെ പാരൻസ് വീട്ടിലില്ല. നട്ടു ആൻഡ് അതർ ചിൽഡ്രൻ വെൻറ്റ് ടു ചിൻഡൂസ് ഹൗസ് ടു പ്ലേ. വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോ എന്നതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ്, പോയി. നട്ടു ആൻഡ് അതർ ചിൽഡ്രൻ വെൻറ്റ് ടു ചിൻഡൂസ് ഹൗസ് ടു പ്ലേ. ഒരു ദിവസം ചിൻഡുവിൻ്റെ പാരൻസ് വീട്ടിലില്ലാത്ത ദിവസം നട്ടുവും മറ്റുള്ള കുട്ടികളും ചിൻഡുവിൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ പോയി. ദേ വർ ക്യാരിയിങ് കാൻഡിൽസ് ആൻഡ് മാസ്റ്റിക്സ്. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു കളിക്കാൻ പോയപ്പോൾ? കാൻഡിൽസ്, മെഴുകുതിരി, ആൻഡ് മാസ്റ്റിക്സ്, തീപ്പെട്ടി. കാൻഡിൽസ് എന്ന് വെച്ചാൽ മെഴുകുതിരി, ആൻഡ് മാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി. തീപ്പെട്ടിയും മെഴുകുതിരിയൊക്കെ എടുത്താണ് അവർ കളിക്കാൻ പോയത്. സ്പോട്ട് സോ ദോസ് തിങ്സ് ഇൻ ദെയർ ഹാൻഡ്സ്. ഈ പട്ടിക്കുഞ്ഞിലെ സ്പോട്ട് ഇത് കണ്ടു, അവരുടെ കയ്യിൽ മെഴുകുതിരിയും തീപ്പെട്ടിയൊക്കെ കണ്ടു. ഹി ബാർക്ക്ഡ് അറ്റ് ദം, അവരുടെ നേരെ അവൻ കുരച്ചു. ബട്ട് ദ ചിൽഡ്രൻ ആസ്ക്ഡ് ഹിം ടു കീപ് ക്വയറ്റ് ആൻഡ് വാക്ക് എവേ ക്വിക്ക്ലി. ഈ തീപ്പെട്ടിയും മെഴുകുതിരിയൊക്കെ എന്തിനാണ് എടുക്കുന്നതെന്ന് കരുതിയിട്ട് ഈ പപ്പി സ്പോട്ട് കുട്ടികളുടെ നേരെ കുരച്ചു. പക്ഷേ കുട്ടികൾ പറഞ്ഞു, എന്താ ഒച്ച ഉണ്ടാക്കുന്നത്? സോ കീപ് ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദന, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് അവർ നടന്നു പോയി. ദേ ഡിഡ് നോട്ട് ടേക്ക് സ്പോട്ട് വിത്ത് ദം. അവർ സ്പോട്ടിനെ അവരുടെ കൂടെ കൂട്ടിയില്ല, കുട്ടികൾ തനിയെ കളിക്കാനായിട്ട് പോയി. ദെൻ നെക്സ്റ്റ് പേജ്. സഡൻലി ആഫ്റ്റർ സം ടൈം സ്പോട്ട് ഹേർഡ് ലൗഡ് ക്രൈസ് ഓഫ് ചിൽഡ്രൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സ്പോട്ട് കേട്ടു, എന്താണ്? കുട്ടികളുടെ കരച്ചിൽ കേട്ടു. ഹീ റെക്കഗ്നൈസ്ഡ് ദ വോയിസസ്. അവന് ഓരോരുത്തരുടെയും ശബ്ദം തിരിച്ചറിഞ്ഞു. ഹീ ലുക്ക്ഡ് അപ്പ് വറീഡ്ലി ആൻഡ് സോ ചിൻഡൂസ് ഹൗസ് ഓൺ ഫയർ. എന്താ സംഭവിക്കുന്നത്?
ഈ സ്പോട്ടിനെ കൂടാതെ കുട്ടികൾ ചിൻറ്റുവിൻ്റെ വീട്ടിലേക്ക് കളിക്കാൻ പോയിരുന്നു. അവിടെ അവരുടെ പാരൻസ് ഇല്ലാത്ത സമയത്ത് അവരുടെ കയ്യിൽ മാസ്റ്റിക്സ് ഉണ്ടായിരുന്നു, മെഴുകുതിരി ക്യാൻഡിൽസും ഉണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് കുട്ടികൾ ഒച്ച വയ്ക്കുന്നു. ക്രൈസ് ഓഫ് ചിൽഡ്രൻ, കരയുന്ന ഒച്ച കേട്ടു. അവൻ്റെ ചിൻറ്റുവും നട്ടും ഒക്കെ ആണെന്ന് ഈ പപ്പിക്ക് മനസ്സിലായി. പീപ്പിൾ ഹേർഡ് ദ ഷൗട്ട്സ്, ആളുകളും കേട്ടു ഒച്ച വെക്കുന്നത്. ദേ റഷ്ഡ് ടു ഹെൽപ്പ് ദ കിഡ്സ്, ആളുകളെല്ലാം ഓടി വന്നു കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. സ്പോട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിസ് ഫ്രണ്ട്സ് വെയർ ഇൻ ഗ്രേറ്റ് ട്രബിൾ, ഈ സ്പോട്ടിന്, ഈ നായയ്ക്ക് മനസ്സിലായി അവരുടെ ഫ്രണ്ട്സിന് എന്തോ പറ്റി, അവരെന്തോ ട്രബിളിലാണെന്ന് മനസ്സിലായി. ഹി റാൻ ഫാസ്റ്റ് ഡൗൺ ദി സ്ട്രീറ്റ്സ് ടു ഗെറ്റ് സം ഹെൽപ്പ് ഫ്രം സംവെയർ. അപ്പം ഈ പപ്പിക്ക് മനസ്സിലായി ഈ വന്നിരിക്കുന്ന ആളുകളെ കൊണ്ടൊന്നും ഇവരെ രക്ഷിക്കാൻ കഴിയില്ല, മറ്റെന്തോ സീരിയസ് പ്രോബ്ലം ആണെന്ന് പപ്പിക്ക് മനസ്സിലായി. സോ അത് പുറത്ത് റോഡിലേക്ക് ഓടി. ഹി റാൻ ഫാസ്റ്റ് ഡൗൺ ദി സ്ട്രീറ്റ്സ്, താഴെ റോഡിലേക്ക് ഓടിപ്പോയി. എന്തിനാണ്? ടു ഗെറ്റ് സം ഹെൽപ്പ് ഫ്രം സംവെയർ, എവിടുന്നെങ്കിലും കുറച്ച് ഹെൽപ്പ് കിട്ടാൻ വേണ്ടി ഈ സ്പോട്ട് ഓടി റോഡിലേക്ക് ഇറങ്ങി. He saw the firefighters and barked at them. അവൻ ആരെയാ കണ്ടത് റോഡിൽ? ഈ സ്പോട്ട് ഫയർ ഫൈറ്റേഴ്സ്. ഹു ഈസ് ഫയർ ഫൈറ്റേഴ്സ്? എന്താണ്? നമ്മൾ അഗ്നിബാധ, തീപിടുത്തമൊക്കെ ഉണ്ടായാൽ രക്ഷിക്കുന്ന ആൾക്കാരാണ് ഫയർ ഫൈറ്റേഴ്സ്. ആൻഡ് ബാർക്ക്ഡ് അറ്റ് ദം, അവരുടെ നേരെ ഈ സ്പോട്ട് കുറച്ചു. The firefighters understood that the dog wanted to tell them about some danger. ഈ വാഹനത്തിൻ്റെ ഇവരുടെ നേരെ, ഫയർ ഫൈറ്റേഴ്സിന് നേരെ ഡോഗ് കുരയ്ക്കുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഡോഗ് എന്തോ കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് കുരയ്ക്കുന്നത്, എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. They climbed up their fire engines and followed Spot. ഇവർ വേഗം അവരുടെ മെഷീൻ ഫയർ ആ വാഹനത്തിലേക്ക് കയറി സ്പോട്ടിനെ ഫോളോ ചെയ്തു, സ്പോട്ടിൻ്റെ പുറകെ പോയി. As they reached Chintu's house, they took out their long water pipes and opened the taps. അവർ പെട്ടെന്ന് ഡോഗിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോയി. അവരെവിടെ എത്തി? ചിൻറ്റുവിൻ്റെ വീട്ടിലെത്തി. അവിടെയാണ് ആ കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ദേ ടുക്ക് ദെയർ ലോങ് വാട്ടർ പൈപ്സ്, അവരുടെ ഫയർ ഫൈറ്റേഴ്സിൻ്റെ കയ്യിൽ തീ കെടുത്താനായിട്ട് വെള്ളവും പിന്നെ അതിനുള്ള ലോങ് പൈപ്സും ഒക്കെ കാണും. അപ്പോൾ അവരതെടുത്ത് ഓപ്പൺ ചെയ്തു, ടാപ്പൊക്കെ റെഡിയാക്കി. ദ വാട്ടർ സ്റ്റാർട്ടഡ് റഷിങ് ത്രൂ ദ പൈപ്പ്. പെട്ടെന്ന് അവരത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും വെള്ളം ഇങ്ങനെ ഇരച്ചു വരാൻ തുടങ്ങി പൈപ്പിൽ കൂടെ. ദേ സ്പ്രേഡ് വാട്ടർ ഓൺ ദ ഫയർ. അപ്പം എന്തായിരുന്നു ആ കുട്ടികൾ അവിടെ നിലവിളിച്ചത്? എന്തിനായിരുന്നു? വീടിനുള്ളിൽ തീ പിടിച്ചു, തീയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ കരഞ്ഞത്. സോ ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ട് അവർ സ്പ്രേഡ് വാട്ടർ ഓൺ ദ ഫയർ, തീയിലേക്ക് വെള്ളം സ്പ്രേ ചെയ്തു. ഇറ്റ് ടുക്ക് സം ടൈം ടു പുട്ട് ഔട്ട് ദ ഫയർ. കുറച്ച് സമയമെടുത്തു, വലിയ തീപിടുത്തമായതുകൊണ്ട് തീ കെടുത്താൻ കുറച്ച് സമയമെടുത്തു. എവ്രിവൺ എറൗണ്ട് ക്ലാപ്ഡ് ആൻഡ് താങ്ക്ഡ് ദ ഫയർ ഫൈറ്റേഴ്സ്. ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാം ഫയർ ഫൈറ്റേഴ്സിനെ ക്ലാപ്പ് ചെയ്തു, കൈകൊട്ടി അഭിനന്ദിച്ചു. പിന്നെ താങ്ക്ഡ്, നന്ദി പറഞ്ഞു. സ്പോട്ട് ഓൾസോ ക്ലാപ്ഡ് സ്റ്റാൻഡിങ് ഓൺ ഹിസ് ടോസ്. അവൻ്റെ പാദത്തിൽ പുറകിൽ കാലിങ്ങനെ നിലത്തൂന്നി കൈ പൊന്തിച്ച് സ്പോട്ടും ഫയർ ഫൈറ്റേഴ്സിനെ അഭിനന്ദിച്ചു. The firefighters picked up Spot in their arms. ഫയർ ഫൈറ്റേഴ്സ് എന്ത് ചെയ്തു? പിന്നെ ഓഫീസേഴ്സ് അവർ സ്പോട്ടിനെ അവരുടെ കയ്യിലെടുത്തു, ആ പപ്പിയെ അവരുടെ കയ്യിലേക്ക് വാരിയെടുത്തു. ഹീ ഈസ് ദ റിയൽ ഹീറോ, ഹീ ഈസ് ദ ലിറ്റിൽ പപ്പ് ഹൂ ബ്രോട്ട് us ഹിയർ. ഇവനാണ് റിയൽ ഹീറോ, ശരിയായ ഹീറോ ഈ സ്പോട്ടാണ്. ഹീ ഈസ് ദ ലിറ്റിൽ പപ്പ് ഹൂ ബ്രോട്ട് us ഹിയർ. ഈ തീപിടുത്തം ഉണ്ടായ ഭാഗത്തേക്ക് ഞങ്ങളെ എത്തിച്ചത് ആരാണ്? ഈ സ്പോട്ടാണ്. അവൻ ഞങ്ങളുടെ നേരെ റോഡിൽ നിന്ന് കുരച്ചു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അപകടം ഉണ്ടായതെന്ന് മനസ്സിലായതെന്ന് ഫയർ ഫൈറ്റേഴ്സ് പറഞ്ഞു. നെക്സ്റ്റ് പേജ്. ദിസ് ഈസ് മൈ പപ്പ്.
ഇത് എൻ്റെ പപ്പിയാണ്, സെഡ് നട്ടു പ്രൗഡ്ലി. ഇത് നട്ടുവിൻ്റെ ഡോഗാണല്ലേ, നട്ടുവിൻ്റെ പപ്പിയാണ്. സോ ഇത് എൻ്റെ പപ്പാണെന്ന് നട്ടു അഭിമാനത്തോടുകൂടി പറഞ്ഞു. പ്രൗഡ്ലി എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ. സോറി ഫ്രണ്ട്, ഐ ഡിഡ് നോട്ട് ലിസൺ ടു യു. സോറി സ്പോട്ട്, നീ ഞങ്ങൾ മാസ്റ്റിക്കുമായിട്ട് വരുമ്പം നീ ഞങ്ങളുടെ നേരെ കുരച്ചിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഐ ഡിഡ് നോട്ട് ലിസൺ ടു യു, നിന്നെ ഞാൻ ശ്രദ്ധിച്ചില്ല. യു അലാംഡ് അസ് വെൻ വി വെയർ ക്യാരിയിങ് ദോസ് ക്യാൻഡിൽസ് ആൻഡ് മാസ്റ്റിക്സ്. ഞങ്ങൾ മാസ്റ്റിക്സും ക്യാൻഡിൽസും ക്യാരി ചെയ്തപ്പം നീ ഞങ്ങളെ അലാം ചെയ്തു, വാൺ ചെയ്തിരുന്നു, കുരച്ചിരുന്നു. നട്ടു വിസ്പേർഡ് ഇൻ സ്പോട്ട്സ് ഇയേഴ്സ്. സ്പോട്ടിൻ്റെ ചെവിയിൽ സോറി പറയാണ്. കണ്ടോ, ഇതാണ് സ്പോട്ട്, നട്ടു ആൻഡ് സ്പോട്ട്. അവന് നട്ടുവിനോട് പറയണം, സോറി നിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു. സ്പോട്ട് ലിക്ഡ് നട്ടൂസ് ചീക്സ് ഔട്ട് ഓഫ് ലവ്. സ്നേഹത്തോടെ ഈ സ്പോട്ട് നട്ടുവിൻ്റെ കവിളിൽ ഇങ്ങനെ നക്കി, അവന് സ്നേഹപ്രകടനം നടത്തി. ഓൾ ദ ചിൽഡ്രൻ സെഡ് സോറി ടു സ്പോട്ട്. എല്ലാ കുട്ടികളും സ്പോട്ടിനോട് സോറി പറഞ്ഞു. ദേ ഹാഡ് ലേൺഡ് ദ ലെസൺ ദാറ്റ് ദേ ഷുഡ് ഓൾവേസ് പ്ലേ സേഫ്ലി. അതോടുകൂടി കുട്ടികളൊരു പാഠവും പഠിച്ചു. എന്താണ്? അവർ സേഫായിട്ടുള്ള കളികളെ പാടുള്ളൂ. കുട്ടികൾ തീയിലുള്ള കളി പാടുണ്ടോ? ഇല്ല. തീയിലും വെള്ളത്തിലും ഒക്കെ കളിക്കാൻ പാടില്ല കുട്ടികൾ. പിന്നെ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധിക്കണം. പുറത്ത് ബോൾ കളിക്കുക അതൊക്കെയാണ്, അല്ലെങ്കിൽ ഓടിക്കളിക്കുക, ഇതൊക്കെയാണ് കുട്ടികൾക്ക് ചെയ്യേണ്ടത്. തീ കത്തിച്ചൊന്നും കളിക്കാൻ പാടില്ല, സേഫ് അല്ല അത് എന്ന് കുട്ടികൾ പഠിച്ചു. ദേ ഓൾ സർക്കിൾഡ് അറൗണ്ട് സ്പോട്ട്. അവരെല്ലാവരും കൂടി സ്പോട്ടിന് ചുറ്റും നിന്നു, വട്ടത്തിൽ അവർ നിന്നു. സ്പോട്ട് അവർ ഹീറോ, ദേ ഓൾ ചീർഡ്. അവരെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ നിന്നിട്ട് സ്പോട്ടാണ് ഞങ്ങളുടെ ഹീറോ എന്ന് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. സ്പോട്ട് സ്മൈൽഡ് അറ്റ് ദം ആൻഡ് വാഗ്ഡ് ഹിസ് ടെയിൽ പ്രൗഡ്ലി. വളരെ സന്തോഷത്തോടെ വാലൊക്കെ ഇളക്കി സ്പോട്ട് കുട്ടികളുടെ കൂടെ നിന്നു. ഹി ലവ്ഡ് ദാറ്റ് നെയിം. അവൻ സ്പോട്ട് അവർ ഹീറോ എന്ന് പറഞ്ഞത് ആ സ്പോട്ടിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഹി ലവ്ഡ് ദാറ്റ് നെയിം. സോ അവരങ്ങനെ ഹാപ്പി ആയിട്ട് വീണ്ടും കളിച്ചുകൊണ്ടിരുന്നു. സോ ദിസ് ഈസ് എ സ്റ്റോറി സ്പോട്ട് അവർ ഹീറോ. അപ്പം നമ്മൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? കളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് എടുത്ത് കളിക്കാതിരിക്കുക, തീ കൊണ്ട് കളിക്കാതിരിക്കുക, തീ കത്തിക്കാതിരിക്കുക, അപ്പോൾ വെള്ളത്തിൽ ചാടാതിരിക്കുക മുതിർന്നവരില്ലാത്ത സമയത്ത്. സോ അങ്ങനെ നമ്മളും കളിക്കുമ്പോൾ സേഫായിട്ടുള്ള കളികളിൽ ഏർപ്പെടണം, അല്ലേ? എന്തെങ്കിലും അപകടം ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ മുതിർന്നവരെ അറിയിക്കണം. സോ അതാണ് മറ്റുള്ളവർ പറയുന്നത്. ഇവിടെ സ്പോട്ട് പറയുന്നത് അവർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അപകടം വരില്ലായിരുന്നു. അപ്പോൾ നമ്മളെന്താണ്, പാരൻസ് പറയുന്നത് ശ്രദ്ധിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നും വരില്ല. സോ നിങ്ങൾ ഈ ലെസൺ നന്നായിട്ട് വായിക്കുക. സ്പോട്ട് അവർ ഹീറോ. ദെൻ exercise we will do in next class. Okay, so take care. We will meet in next class. Thank you.